ഹായ് വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞങ്ങളും ഇവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു വീഡിയോ. ഇന്ന് രാവിലെ എൻ്റെ കൂടെ തന്നെ സയാനും എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ എണീറ്റ ആദ്യം തന്നെ പോയിരിക്കുന്നത് ഈ ഒരു ഊനാലിലാണ്. അവന് ഒരു ദിവസം ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യണത് ഈ ഒരു ഊനാലിൽ തന്നെ ആവും. ചില സമയങ്ങളിൽ ഫുഡ് കഴിക്കുന്നതും ഉറങ്ങുന്നത് പോലും ഈ ഒരു ഊനാലിൽ തന്നെയാണ് കേട്ടോ. എന്തോ ഈ ഒരു ഊനാലോട് അവനക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അപ്പോഴേക്കും അസുവയും എണീറ്റ് വന്നു. ഇന്ന് ലീവാണ്, ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. സ്കൂളുള്ള ദിവസങ്ങളിൽ എണീക്കാൻ നല്ല മടിയാണ് കേട്ടോ. എന്നാലോ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ നേരത്തെ എണീക്കും ചെയ്യും. ഇന്ന് രാവിലത്തെ സ്പെഷ്യൽ അണ്ടിപ്പരിപ്പ് വെച്ചിട്ടുള്ള ഈ ഒരു കറിയും പത്തിരിയും ആണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം കഴിഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് എത്തിയപ്പോഴേക്കും കറി ഏകദേശം റെഡിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. നല്ല അടിപൊളി ഒരു ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് ഈ കറി റെഡിയാക്കി എടുക്കുന്നത്. ഇന്ന് ഈ കറിയുടെ കൂടെ കഴിക്കാനായിട്ട് രാവിലെ പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ ഇതാ രാവിലെ അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. ഇതിനിടയിൽ കുട്ടികൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് കൊടുക്കുന്നതൊന്നും വീഡിയോ എടുക്കാൻ കഴിയില്ല. കാരണം രണ്ടാളും അത്യാവശ്യം ഫുഡ് കഴിക്കാൻ മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ വീഡിയോ എടുക്കലും ഫുഡ് കൊടുക്കലും നടക്കില്ല. അതുകൊണ്ട് പിന്നെ അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ കുട്ടികളെയും കൊണ്ട് ജസ്റ്റ് മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി. ഇവിടെ ചിക്കുമൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ ചിക്കുമ്മ ഉണ്ടാവുന്നതൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. കുറച്ചൊന്ന് വലുതാവുമ്പോഴേക്കും ഏതേലും കിളികൾ വന്നിട്ട് അത് കൊത്തിക്കൊണ്ടുപോകും. അപ്പോൾ അതുമൊന്നും ഇതുവരെ ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഇവിടെ ഉള്ളത് അമ്പാഴങ്ങയാണ്. ഇതുമ്മ എപ്പോഴും നന്നായിട്ട് കായ്ക്കും. അതെടുത്തോ? അപ്പോൾ അസുവ അത് കണ്ടപ്പോൾ അവൾക്ക് ഉപ്പ് കൂട്ടി കഴിക്കാൻ വേണമെന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കാണ് കേട്ടോ. അങ്ങനെ വലുതായിട്ടൊന്നുമില്ല, ഇങ്ങനെ ജസ്റ്റ് ഉണ്ടായി വരുന്നേ ഉള്ളൂ കേട്ടോ. പുറത്തിറങ്ങി വന്നപ്പോഴേക്കും സയാൻ കിടന്നുറങ്ങി കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഊനാലിൽ ഇരുന്നിട്ട് തന്നെയാണ് ഫുഡും കഴിക്കുക. അതേപോലെ ചില സമയങ്ങളിൽ ഇതിലിരുന്ന് അങ്ങനെ ഉറങ്ങും ചെയ്യും കേട്ടോ. ഇത് അസുവ കുട്ടിയാകുമ്പോൾ അവൾക്ക് വേണ്ടി വാങ്ങിയതായിരുന്നു. അവൾക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ ഈ ഒരു ഊനാല. സയാൻ ഉറങ്ങിയതുകൊണ്ട് പിന്നെ കുറച്ച് നേരം അസുവാനെ പഠിപ്പിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ഇവൾ ഒരാഴ്ചയായിട്ട് സ്കൂളിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. നല്ല പനിയും ചുമയൊക്കെ ആയതുകൊണ്ട് കുറേ സ്കൂളിൽ ലീവായിരുന്നു അപ്പോൾ ഇതുവരെ പഠിച്ചതൊന്നും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വീട്ടിൽ നിന്ന് ഇടയ്ക്ക് ഇതേപോലെ എല്ലാം ഒന്ന് എഴുതും വായിപ്പിക്കുകയൊക്കെ ചെയ്യും. പിന്നെ കുറച്ച് ആക്ടിവിറ്റിയൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സയാൻ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഇവളുടെ അതേപോലെ സ്ലേറ്റും ബുക്കും പെൻസിലും എല്ലാം അവനക്കും വേണ്ടി വരും. അപ്പോൾ അവൻ ഉണരുന്നതിന് മുന്നേ ഇവളെ കുറച്ച് നേരം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയതായിരുന്നു കേട്ടോ. ബി എവിടെ കിടക്കണം നോക്കട്ടോ. മിസ്സി ഇ എഫ് ജി
അങ്ങനെ പഠിക്കലും കുളിയും ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നെയ്ച്ചോറും പിന്നെ അതിലേക്കൊരു ചിക്കൻ കറിയും ആയിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സമയത്താണ് കേട്ടോ ഞാൻ വീഡിയോസിനൊക്കെ വന്നിട്ടുള്ള കമൻറ്റിനൊക്കെ റിപ്ലൈ കൊടുക്കാറുള്ളത്. പിന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ ഇടാൻ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ വീഡിയോസിനും കമൻ്റ് ഇട്ടിട്ടും ലൈക്ക് ഇട്ടിട്ടൊക്കെ നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. അവർക്ക് ഒരുപാട് താങ്ക്സ്. ഇനി മുന്നോട്ടും ഇതേപോലെയുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുതന്നെയാണെങ്കിലും അത് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബോടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ആണ് ഇഷ്ടം അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കുട്ടികളുടെ കൂടെയുള്ള വീഡിയോ ആണോ അതോ എങ്ങനത്തെ വീഡിയോ കാണാനാണ് ഇഷ്ടമെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. പിന്നെ നമ്മൾ എന്നും ഉച്ചയ്ക്ക് 2 മണിക്കാണ് കേട്ടോ നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ എല്ലാവരും കാണുക. അങ്ങനെ ഇപ്പോൾ വൈകുന്നേരമായി ചായ കുടിക്കാനുള്ള ടൈമായിട്ടോ. വൈകുന്നേരം ആയാൽ ഒരു കട്ടൻ ചായയും കൂടെ എന്തെങ്കിലും ഒരു ബേക്കറിയൊക്കെ കഴിക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ്. അതേപോലെ രാവിലെ കട്ടൻ ചായയുടെ കൂടെ എന്തെങ്കിലും ബേക്കറിയൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്നും കുട്ടികളെയും കൊണ്ട് പുറത്തു കൂടെയൊക്കെ ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങും. ജസ്റ്റ് വീടിൻ്റെ ആ ഒരു ചുറ്റുഭാഗത്തു കൂടെയൊക്കെ ഒന്ന് വെറുതെ നടക്കാൻ ഇറങ്ങും. അങ്ങനെ ഇന്ന് ഇറങ്ങിയപ്പോഴാണ് റോഡിന് സൈഡിൽ കൂടെയൊക്കെ ഈ ഒരു നെട്ടങ്ങ കണ്ടത്. ഞങ്ങളിവിടെ നെട്ടങ്ങ എന്നാണ് കേട്ടോ പറയുക. ഇത് കഴിക്കാനും പറ്റുമെന്നൊക്കെ പറയണേക്കാം. ഞാൻ ഇവർക്ക് ഇങ്ങനെ പൊട്ടിച്ച് കളിച്ച് കാണിച്ചു കൊടുത്തതാണ്. അപ്പോൾ രണ്ടാൾക്കും അത് നല്ല ഇഷ്ടമായിട്ടോ. ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ കൂടെ ഒരുപാട് നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയമായി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങും കേട്ടോ. പിന്നെ ഈ ഒരു കളി ഒരു 6 മണി 6:30 വരെ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ദിവസത്തിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അത് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കുക. നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.